ആണ്ടവരുടെ നാമം മഹിമപ്പെടുവാട്ടെ. ആണ്ടവർ നമുക്ക് ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കുക. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയത്തിനായി ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം, ആണ്ടവരെ മഹത്വപ്പെടുത്താം. ഇന്ന് എപ്പിസോഡ് 92 നമ്മൾ പോയിടുകയാണ്. ഫിലിപ്പി ലേഖനം 1:10 മുതൽ നമുക്ക് വാസിച്ചിടാം. നമ്മൾ നേരത്തെ 10 വാസിച്ചാച്ച് നമുക്ക് 10 തൊട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 11 വാക്യത്തിലേക്ക് പോയിടാം. ഫിലിപ്പി ലേഖനം 1:10-11 ആ വാക്യം தான் നമ്മൾ ഇന്ന് വിസാരിക്കാൻ പോകുന്നത്. ആണ്ടവർ നമ്മളോട് എന്നാണ് പേശുവാൻ തക്കോണം ആണ്ടുടെ ചിത്തം എന്ന് നമുക്ക് പാക്കലാം. ആണ്ടവർ താൻ ആണ്ടവരുടെ ചിത്തം താൻ നമുക്ക് നിറവേറ്റണം. നമ്മുടെ അല്ല ചിത്തം, ആണ്ടോർ നമുക്ക് നൽകിയിരിക്കുന്ന സമയം ആണ്ടോടെ വചനം കേൾക്കുന്നത് മൂലം നമുക്ക് എന്നാ വരണം? നമുക്ക് ലാഭം கிடைക്കണം. അത് ലാഭം கிடைക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെടണം. വിശ്വാസത്തിൽ ബലപ്പെടുക മാത്രമല്ല, അവനോട് നേസം കാണിച്ച് അവൻ്റെ നേസത്തിൽ നമ്മൾക്ക് വളരണം. അവൻ്റെ നേസം നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസി എന്ന് சொல்லிட்ட കാര്യമേ ഇല്ല. കാരണം ആണ്ടവരുടെ நேசம் എന്ന് சொல்ல അത് അതുதான் ആണ്ടവരുടെ ഫലം. നമ്മൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്നാ கிடைக்கும்? നമുക്ക് നേസം നമ്മുടെ ഹൃദയത്തിൽ വരും. അത് ആരോടുള്ള നേസം? ആണ്ടവരുള്ള നേസം ഇരിക്കുക. അത് മാത്രമല്ല, നമ്മുടെ സഹ വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് നേസം கிடைக்கும். നമുക്ക് 10 വാക്യം താൻ നമ്മൾ ചിന്തിച്ചത്. നമുക്ക് 10 വാക്യം നമുക്ക് പോയിടാം. ഇങ്ങനെ சொல்லுது 10 വാക്യത്തിൽ, നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേചിച്ച് അറിയണമെന്ന ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലർ ഇടച്ചില്ലാത്തവരും ആയിത്തീരുവാൻ തക്കോണം. 10th that ye may approve things that excellent, that ye may be sincere and without offense till the day of Christ. ഇങ്ങനെ നമ്മൾ കേട്ടാച്ച് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ സകല വിവേകത്തിലും നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേചിപ്പാറായണം. അതായത് നിങ്ങൾ ആണ്ടോടെ വചനത്തിൻ്റെ അതിൻ്റെ ഗുപ്തമായിരിക്കുന്ന അർത്ഥങ്ങൾ നമുക്ക് തിരിമാറാകണം. അത് തിരിയാതെ നമുക്ക് ആണ്ടവരെ പറ്റി നമുക്ക് പേശ മുടിയാതെ. ഇങ്ങനെ சொல்லுது, நீ ஆண்டவருடைய நமக்கு என்ன ഭേദാഭേദങ്ങളെ വിവേചിപ്പാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയായി. നിങ്ങൾ ആ വചനങ്ങൾ ഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നായിരിക്കും? നിർമ്മലരായിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷം വിട്ടകന്ന് ആണ്ടവരോട് പറ്റിച്ചേരാൻ പറ്റും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് கிடைക്കാൻ പറ്റും. നമുക്ക് എന്നാ പറ്റണം? ആ വചനങ്ങൾ നമ്മൾ വാസിച്ച് പഠിക്കുന്നത് അത് നമുക്ക് നല്ലപോലെ ഗ്രഹിക്കണം. അത് നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാവുമ്പോൾ താൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ആണ്ടൊരു ചിത്തം നമുക്ക് പിടിയും. ആണ്ടൊരു ചിത്തം പിടിയുമ്പോൾ നമ്മൾ റൈച്ചസ്, നമ്മൾ നീതിമാന്മാരായി തീരും. നമ്മൾ നീതിമാന്മാരായി തീരണമെന്നുണ്ടെങ്കിൽ എന്നാ പറയണം? ആണ്ടോടെ വചനം പഠിക്കേണ്ട അത്യാവശ്യം താൻ. അതുകൊണ്ട് ആണ്ടോടെ വചനം നമുക്ക് വാസിച്ച് പഠിച്ചിടാം. 11 വാക്യത്തിൽ എന്നാ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനും പോഷയ്ക്കുമായിട്ട് യേശുക്രിസ്തുവായ പ്രതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് சொல்லுന്ന കാര്യങ്ങൾ എന്നെ தெரியுமா? ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മൾ എന്തിനും നമ്മൾ ഇതെല്ലാം പഠിച്ച് വാസിക്കണമെന്ന് ചൊല്ലിയാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന്, അതായത് ആണ്ടവർ താൻ മഹത്വപ്പെടണം. അതായത് ആണ്ടവർക്ക് താൻ നമുക്ക് മഹിമ കൊടുക്കണം. ആണ്ടവർക്ക് താൻ അവന് കൊടുക്കേണ്ട മഹിമ അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ട ആദരവ് ആർക്ക് കൊടുക്കണം? ആണ്ടവർ കൊടുക്കണം. അത് എപ്പം കൊടുക്കാൻ പറ്റും? വചനം തിരിയുമ്പോൾ. നിനക്ക് ഇപ്പോൾ നമ്മളൊരു കാര്യം നമ്മുടെ പക്കത്തിൽ ഒരു പേന ഇരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ சொல்லுவா. ഒരു പേന നമ്മുടെ പക്കത്തിലേക്ക്, പേന പാക്കാൻ നല്ല പേന താൻ. പക്ഷേ ആ പേന നല്ലതാ ചീത്തയാന്ന് എപ്പോഴും ചെയ്യാൻ പറ്റും? അത് വെച്ച് എഴുതുമ്പോൾ നല്ല അക്ഷരം വരണം, അല്ലെങ്കിൽ നല്ലപോലെ മഷി വന്ന് നല്ലപോലെ ക്ലിയർ ആവണം. അത് നമ്മൾ എന്നെ വേണം, അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ യൂസ് പണിയണം. അതേപോലെ ആണ്ടോടെ വചനം നമ്മൾ യൂസ് பண்ணுമ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ എന്നെ പറ്റും? അതിനെ പ്രകാശം കൂടിക്കൊണ്ടേ വന്നിടും. അല്ലെങ്കിൽ എന്നെ പറ്റുമെന്ന് ചെയ്യുക?
ഈ പേന ഇരുന്നിരുന്ന് എന്നാ പറ്റുമെന്ന് അറിയാമോ? ആ പേന അതിലെ ഇങ്ക് മുഴുവനും കട്ടിയായി പോയിടും. അതിൻ്റെ ഇങ്ക് അല്ലെങ്കിൽ അതിൻ്റെ മഷി കട്ടിയായി പോകാൻ എന്നാ പറ്റും? നീ എത്ര എഴുതിയാലും അത് തെളിയാതെ. അത് എത്ര വില കൂടിയ പേനയായാലും അപ്പിടിതാൻ. അന്നേരം നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം അത്രയ്ക്ക് വിലപ്പെട്ട വചനം താൻ. അത് നമ്മൾ വീട്ടിൽ വെച്ച് നമ്മുടെ അലമാരിയിൽ വെച്ചിട്ട് കാര്യമേ കിടക്കാതെ നമ്മൾ എന്നാ பண்ணണം? അത് വാസിച്ച് പഠിച്ച് അത് ഗ്രഹിക്കണം. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ആണ്ടവരുടെ ശരിയായ രൂപം നമുക്ക് കിടക്കും. അത് ശരിയായ രൂപം കിടക്കുമ്പോൾ നമ്മൾ ആ പേന നമ്മൾ എഴുതുമ്പോൾ നല്ല അക്ഷരം വരിക എന്ന് മാത്രമല്ല, നമ്മുടെ കൈയും കേടാവാതെ, അത് മാത്രമല്ല അത് നല്ലപോലെ പ്രകാശിക്കും. അല്ലെങ്കിൽ എന്നാ പറ്റും? വിട്ട് എഴുതും, നമുക്ക് ഒന്നുമേ തിരിയാതെ. അതേപോലെ തന്നെ ആണ്ടോടെ വചനം നമ്മൾ നല്ലപോലെ പഠിച്ചിടണം. അത് നല്ലപോലെ പഠിച്ച് അത് വിവേചിച്ച്, അല്ലെങ്കിൽ അത് നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോ ഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കി ആണ്ടോർ ചെല്ലുന്നത് എന്തുവാന്ന് നമുക്ക് തിരിയുമ്പോൾ എന്നാ പറ്റും? ആണ്ടോരെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? മഹിമപ്പെടുത്താൻ പറ്റും. അതായത് ആണ്ടോർ കൊടുക്കുന്ന നമുക്ക് മഹിമ അല്ലെങ്കിൽ അവന് ഗ്ലോറി നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. എന്ന് ചൊല്ലിയാൽ ആ ആണ്ടോർ എത്ര പെരിയവൻ, അല്ലെങ്കിൽ അവൻ നമുക്ക് എന്താണ് പണിയത്, അല്ലെങ്കിൽ അവൻ നമ്മളോട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് എപ്പോഴും തിരിയും? അവൻ്റെ വചനം പഠിക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ആണ്ടവരെ നമുക്ക് തിരിയുമോ? ഇപ്പം ഇപ്പം ജാതികളിൽ നമ്മൾ പാക്കുമ്പോൾ എന്നെ പറ്റും? നമ്മൾ ഓരോ ദൈവങ്ങളെ പോയി ചിലർ വന്ന് പറയുന്നത് ഞാൻ കേട്ടിരിക്കെ, ഓ അങ്ങേക്ക് ആണ്ടോർക്ക് ആ ദേവന് ഭയങ്കര ശക്തിയാണ്, അവൻ അപ്പടി ചെയ്ത് കളയും ഇപ്പടി ചെയ്ത് കളയും, അതാണ് ഇതാണ് അങ്ങേ ആൾക്കാരെല്ലാം. നിങ്ങൾക്ക് എപ്പടി പിരിയും? ആൾക്കാർ പറഞ്ഞത് കേട്ടുതാൻ നീ சொல்லுது, നിനക്കതിൻ്റെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് പോയിടുക. ഞാൻ തപ്പൊന്നും പറയുന്നില്ല. ഞാൻ എന്നാ കൊണ്ട് പറയാത്ത കാരണം നിങ്ങളെ ന്യായം വിധിക്കാൻ ഞാൻ ആളല്ല. എനിക്ക് ന്യായം വിധിക്കാനുള്ള കളിബേ കളിക്കാതെ. ന്യായം വിധിക്കുന്ന ആരുതാൻ? ആണ്ടോർ താൻ. നിനക്ക് ആണ്ടോരുടെ വചനം നിനക്ക് അറിയാൻ വയ്യെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് അറിവില്ലെങ്കിൽ എന്നെ പറ്റിയിടും? നീ തപ്പ് കൊണ്ടിടും. അതുകൊണ്ട് താൻ നമ്മൾ യോഹന്ന എഴുതിയ പുസ്തകത്തിൽ നമ്മൾ പോകുമ്പോൾ വാസിച്ച് പഠിക്കുമ്പോൾ നമുക്കങ്ങ് എന്താ சொல்லுது? അങ്ങ് നമ്മൾ சொல்லுது എന്നതാന്ന് പറഞ്ഞാൽ, ആണ്ടോറായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ വന്നത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറാൻ. അതായത് അവൻ്റെ പർപ്പസ്, ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിൽ വരാനുള്ള പർപ്പസ് തന്നെ, അല്ലെങ്കിൽ അവൻ്റെ ഉദ്ദേശം തന്നെ എന്നതാ? പിതാവായ ആണ്ടവരുടെ അല്ലെങ്കിൽ തഹപ്പനായ ആണ്ടവരുടെ ചിത്തം നിറവേറ്റുവാൻ വേണ്ടി താൻ വന്നിരിക്കുന്നത്. അതായത് തഹപ്പനായ ആണ്ടവരുടെ ചിത്തം നിറവേറ്റാൻ. അത് മറ്റുമല്ല, ആണ്ടവരായ യേശുക്രിസ്തു എന്നെ ചൊല്ലിക്കും, അവൻ ചൊല്ലിയ വചനം താൻ ഞാൻ നിങ്ങളോട് പേശത്. അതായത് എനിക്ക് ഒന്നുമേ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒന്നുമേ പേശാൻ മുടിയാതെ. ஆண்டவர் என்ன என்னோடு சொல்லியது ആ വചനം താൻ നിങ്ങളോട് പേശത്. അത് മറ്റുമല്ല, നമ്മൾ പിന്നെ എന്നെ വാസിക്കുന്നത് தெரியுമോ? ആ വചനത്തിൻ്റെ ബേസിസിൽ, അടിസ്ഥാനത്തിൽ താൻ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. ഏത് വചനത്തിൻ്റെ? അതായത് ആണ്ടവരായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഞാൻ നിങ്ങളോട് ന്യായം വിധിക്കും. ഓക്കെ, അത് മാത്രമല്ല, ഈ ആരാ ന്യായം വിധിക്കുന്നത്? ആണ്ടവരായ തഹപ്പനായ ഒരാളെ നീ നിയമിച്ചിരിക്കുക. ഓക്കെ, ആ തഹപ്പനായ ആണ്ടവർ നിയമിച്ചിരിക്കുക. അത് ആരെ നിയമിച്ചിരിക്കുക? അത് യേശുക്രിസ്തു താൻ. അവൻ്റെ വചനം പറഞ്ഞ അവൻ താൻ ന്യായാധിപൻ. അവൻ താൻ ന്യായം. സകല ന്യായവും ആർക്ക് കൊടുത്തിരിക്കുന്നത്? പുത്രന് നൽകിയിരിക്കുന്നത്. പിതാവ് ഒരു ന്യായവും പണ്ണാതെ. ന്യായമെല്ലാം ആര് പണത്? പുത്രൻ താൻ. പുത്രൻ ആര്? അതായത് സൺ ഓഫ് മാൻ, അല്ലെങ്കിൽ സൺ ഓഫ് മാൻ എന്ന് ചൊല്ലിയാൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പുത്രൻ എന്ന് ചൊല്ലിയാൽ കർത്താവായ ആണ്ടവരായ യേശുക്രിസ്തു താൻ.
യേശുക്രിസ്തു തൻ ന്യായാധീശൻ. അത് മാത്രമല്ല, ഈ ന്യായാധിപൻ എപ്പടി ന്യായം പണ്ണു എന്ന് சொல்லியிருக்கே, അവൻ ചൊല്ലിയ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബേസിസ് അല്ലെങ്കിൽ ആ വചനം അല്ലെങ്കിൽ ന്യായം എപ്പടി ചൊല്ലുക, അതിനൊരു ഒരു നിയമം தேவைப்படும். ആ നിയമം ഏതാൻ? യേശുക്രിസ്തു ചൊല്ലിയ വചനം താൻ. അത് നമ്മൾ ഞാൻ കൊഞ്ചം ബാക്കിലേക്ക് പോയി പിന്നെ ഇവിടെ 11-ാം വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനും പോഷിക്കുമായിട്ട് ആയിട്ടും, അതായത് നമ്മൾ വചനം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് 2 കാര്യം ചെയ്യാൻ പറ്റും. എന്താ? ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. രണ്ടാമത്തെ എന്താ? അവനെ പുകഴ്ത്താൻ പറ്റും. അത് രണ്ടും മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അവന് കൊടുക്കുന്ന മഹിമ, അല്ലെങ്കിൽ അവൻ സർവാധി ലോകാധിപൻ എന്ന് ചൊല്ലി നമ്മൾ അവന് മഹിമ കൊടുക്കുക. പുകഴ്ച എന്ന് പറഞ്ഞാൽ അവനെപ്പറ്റി ചൊല്ലിയിടും, അവൻ എത്ര പെരിയവൻ, നമ്മൾ അവനെപ്പറ്റി നമ്മൾ പേശിയിടും. അന്നേരം ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് 11-ാം വാക്യത്തിൽ പോഷിക്കായിട്ട് യേശുക്രിസ്തുവിനാൽ പ്രതിഫലം നിറഞ്ഞവരും ആയി. അന്നേരം നമുക്ക് എന്നാ கிடைக்கும்? യേശുക്രിസ്തുവിൽ നിന്ന് പ്രതിഫലം கிடைക്കും. അതായത് നമ്മൾ ഇത് ചെയ്യുകൊണ്ട് നമുക്ക് നമുക്ക് പ്രതിഫലം கிடைക്കും, അതായത് ഗിഫ്റ്റ് கிடைക്കും. അതായത് ആര് ഗിഫ്റ്റ് തരും? യേശുക്രിസ്തു താൻ ഇങ്ങനെ ഗിഫ്റ്റ് തരുന്നത്. യേശുക്രിസ്തുവിനാൽ ഗിഫ്റ്റ് നമുക്ക് கிடைക്കും. അത് മറ്റുമാ എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അത് ഞാൻ നിങ്ങളുടെ പേശു. കാരണം നമുക്ക് പ്രതിഫലം கிடைക്കണമെങ്കിൽ എന്നാ പറയണം? ആണ്ടവരുടെ ചിത്തം ചെയ്യണം, ആണ്ടവരുടെ വചനം പഠിക്കണം, അത് ആണ്ടവരുടെ വചനം മനസ്സിലാക്കണം. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാഴ്ച നമുക്ക് നാളെ നമുക്ക് പിന്നെയും ഇതിനെപ്പറ്റി വിസാരിച്ചിടാം. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്നു, നമുക്ക് തിരിയണം. ആണ്ടവർ നമ്മുടെ ന്യായാധിപൻ, അവനിൽ നിന്ന് നമുക്ക് പ്രതിഫലം கிடைக்கணும்னு என்ன பண்ணணும்? അവൻ്റെ വചനം വാസിച്ചിടണമെന്ന് നമുക്ക് ரொம்ப മുഖ്യമായ ആവശ്യം. വാസിക്കുക മാത്രമല്ല, നീ അപ്പടിയേ വായിച്ചു പോയിട്ടേ കാര്യമേ ഇല്ല. അത് ഗ്രഹിക്കണം, അത് മനസ്സിലാവണം, അത് പുടിയണം. എന്നത് പേശിയിരിക്കുന്നത് നമ്മൾ പുടിയണം. അപ്പോൾ താൻ ആണ്ടവർക്ക് നമുക്ക് മഹിമ കൊടുക്കാൻ പറ്റും, ആണ്ടവർക്ക് പൂശ കൊടുക്കാൻ പറ്റും. നമ്മൾ ആണ്ടവർക്ക് മഹിമ കൊടുക്കുന്നതും പൂശ കൊടുക്കുന്നതും നമ്മുടെ വേല താൻ. ആർക്കതാൻ? യേശുക്രിസ്തുവൻ. അവൻ താൻ ന്യായാധിപൻ. അതുകൊണ്ട് അവനെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് അവനെ വണങ്ങാം. എൻ്റെ സമയം മുടിഞ്ഞിരിക്കെ ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. ഞാൻ പിന്നെയും നിങ്ങളോട് ചൊല്ലുക, ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ആരെങ്കിലുമേ ആണ്ടവരായ യേശുക്രിസ്തുവെ സ്വീകരിച്ചില്ലെങ്കിൽ അവർ ന്യായാധിപനായ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിൽക്കുമ്പോൾ എന്നെ പറ്റും? നരകത്തിലേക്ക് പോകേണ്ടി വരും, നിത്യ അഗ്നിയിലേക്ക് പോകേണ്ടി വരും. എൻ്റെ പ്രിയമാനവരെ, ഞാൻ നിങ്ങളുടെ സ്പേശിത് ആണ്ടവർ നിങ്ങളെ ആങ്കേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾ ആണ്ടവരെ ഇപ്പം തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കുക, അവനെ നിങ്ങളെ സമർപ്പിക്കുക. വിശ്വാസികളായ എൻ്റെ പ്രിയ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പേശിച്ചത് ആണ്ടോടെ വചനം ശരിയായി പഠിച്ചിട്ട് അന്നേരം അവന് മഹത്വം കൊടുക്കാൻ പറ്റും, അവന് പോഴ്ച കൊടുക്കാൻ പറ്റും. ആണ്ടോടെ നാം മഹത്വം മഹിമപ്പെടുമാറാകട്ടെ. ആമീൻ.